ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗഫ്ഫാർ എന്ന നാമം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഖഹാർ എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖഹാർ എന്ന ഇസ്മിന്റെ അർത്ഥം ഭരിക്കുന്നവൻ, ആധിപത്യമുള്ളവൻ, അധികാരമുള്ളവൻ എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ഖഹാർ എന്നതിന് അർത്ഥം പറയാറുള്ളത്. ഖഹർ, ഖഹാർ, എല്ലാവരെയും, ലോകത്തുള്ള സർവ്വതിനെയും ഭരിക്കുന്നവൻ, എത്ര വലിയ അധികാരിയാണെങ്കിലും, എത്ര വലിയ ആധിപത്യമുള്ളവനാണെങ്കിലും, എത്ര വലിയ അണികളുള്ളവനാണെങ്കിലും, എത്ര പേർ അവന്റെ കീഴിലുണ്ടെങ്കിലും അതിന്റെയൊക്കെയും മീതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അധികാരമുണ്ട്. അവന്റെ അധികാരത്തിന് മീതെ സഞ്ചരിക്കാൻ ഒരു വ്യക്തിക്കും ശക്തിക്കും സാധ്യമല്ല എന്ന പരമവസ്തുതയാണ് യാ ഖഹാർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഏതൊരു ശത്രുക്കളും നമുക്ക് പിന്നിൽ വന്നാലും, നമ്മളെ ആക്രമിക്കാൻ, നമ്മെ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമാക്കാൻ എത്ര വലിയ ശത്രുക്കൾ ഇടപെട്ട് ശ്രമിച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെക്കാൾ കഴിവുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് ഭയക്കേണ്ടതില്ല എന്നാണ് ഒരു മുസ്ലിം യാ ഖഹാർ എന്ന നാമത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ബലഹീനരാവട്ടെ, ദുർബലരാവട്ടെ, ഇനി ബലമുള്ളവരാവട്ടെ, നമ്മുടെ ശത്രുക്കൾ നമ്മെക്കാളും ബലവും ശക്തിയുമുണ്ട്, അതുകൊണ്ട് അവർ ജയിച്ചടക്കും, അവർക്ക് ജയമുണ്ട് എന്ന ഭയം അല്ല നമുക്ക് വേണ്ടത്. ഇവർക്കൊക്കെയും മേലെയാണ് എന്റെ റബ്ബ് ഖഹാറാണ്, ജബ്ബാറാണ്. അവന്റെ മേലെ, അവന് മീതെ സഞ്ചരിക്കാൻ ഒരു ശത്രുവിനും ഒരു അധികാരമുള്ളവനും സാധ്യമല്ല എന്നത് ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ ഉണ്ടാവണം. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളെ ഈ ദുനിയാവിൽ വെച്ച് പരാജയപ്പെടുത്തും, അല്ലെങ്കിൽ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി ഞാൻ മരണപ്പെടും. ഒരു മരണം പോലും വിജയമായി കാണുന്ന മുസ്ലിമിനെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അല്ലാഹു യാ ഖഹാർ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജബാബിറത്ത് വെളിവാക്കും. തന്റെ ശത്രുക്കൾക്കിടയിൽ ശത്രുക്കളെ ഇഹാനത്ത് കൊണ്ട്, അവരുടെ നിന്ദ്യമാക്കിക്കൊണ്ട്, അവരെ ഇദ്ലാൽ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖഹർ വെളിവാക്കുക എന്നതാണ് ഖഹാർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നാം കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയം, ഖഹാർ എന്ന നാമം നമ്മൾ ഉരുവിട്ടാൽ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് എന്താണ് പ്രതിഫലം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ സഅദത്തു ദാറൈൻ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഖാസിയത്തുഹു, ഖഹാർ എന്ന ഇസ്മിന്റെ ഖാസിയത്ത് ഇദ്ഹാബു ഹബ്ബിദ് ദുനിയ വ അളമതി മാ സിവല്ലാഹി മിൻ ഖൽബിഹി. അതായത് ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം, ഇഹലോകത്തോടുള്ള അമിതമായ ഇഷ്ടം, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോവാൻ, പരലോകം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഹലോക വിരക്തി നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കാൻ യാ ഖഹാർ എന്ന നാമം നമുക്ക് മതിയാവുന്നതാണ്. ദുനിയാവിലെ പണത്തിനോട് പ്രേമം, ദുനിയാവിലെ കുടുംബം, സമ്പത്ത്, ജോലി, ഇതിലൊക്കെ അഭിരമിച്ച് കഴിയുക, മരണത്തോടോ ഖബർ ജീവിതത്തിലേക്കോ പരലോകത്തിലേക്കോ യാതൊരു ചിന്തയുമില്ലാത്ത ഒരു മോശമായ ജീവിതമാണ് നമ്മുടേതെങ്കിൽ യാ ഖഹാർ എന്ന നാമം നാം നിരന്തരം ചൊല്ലിക്കൊണ്ട് ദുനിയാവിനോടുള്ള പ്രേമത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഉഖ്റവിയായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഹുബ്ബു ദുനിയ നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടേണ്ട കാര്യമാണ്. ദുനിയാവിനോട് നമുക്കൊരു സ്നേഹവും പ്രേമവും യാതൊരു അഭിലാഷവും ഉണ്ടാവാൻ പാടില്ല. ദുനിയാവെന്നത് നശ്വരമാണെന്നും ആഖിറം എന്നത് അനശ്വരമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ദുനിയാവിന്റെ കുറഞ്ഞ സമയം ആഖിറത്തിൽ വിളവെടുക്കാനുള്ള വിത്തിനും കൃഷിയുമായി നമുക്ക് ദുനിയാവിനെ ചെലവഴിക്കാൻ സാധിക്കണം. രണ്ടാമത്തത് അളമതു മാ സിവല്ലാഹി മിൻ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വണ്ണമായ അവന്റെ കഴിവ്, അവനാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. വേറെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതൊക്കെയും യാ ഖഹാർ എന്ന നാമം കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു വിഷയം, തന്റെ
ശത്രുക്കളുണ്ടല്ലോ, ശത്രുക്കളെ നശിപ്പിക്കാൻ, നമുക്കെതിരെ വരുന്ന അക്രമികൾ, ആ അക്രമികളെ പിടിച്ചുകെട്ടാൻ ഈ പരിശുദ്ധമായ ഇസ്മിന് സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ആരെങ്കിലും യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ്, യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ് എന്ന് 100 തവണ സൂര്യൻ ഉദിക്കുന്ന സമയവും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ചൊല്ലിയാൽ അവന്റെ അക്രമിയെ പിടിച്ചുകെട്ടാൻ, അവനെതിരെ വരുന്ന ശത്രുക്കളെ തടഞ്ഞിടാൻ അവന് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളെ വേണ്ടവിധം കൈകാര്യം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യാ ഖഹാർ എന്ന നാമം കൊണ്ട് ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മ കൊണ്ട്, അത് ചൊല്ലിയത് കൊണ്ട്, അതുകൊണ്ട് ജീവിത വിജയം നേടാനും ഉഖ്റവിയായ ജീവിതം ഈ ദുനിയാവിൽ തന്നെ നയിക്കാനും, ഖബർ ജീവിതം പരലോക ജീവിതം ഒക്കെ റാഹത്തിലും സന്തോഷത്തിലുമാക്കിക്കൊണ്ട് സ്വർഗത്തിൽ അവന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.